സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മഴ മൂലം സമനിലയിലാകുമെന്നുറപ്പായ മത്സരം അവിശ്വസനീയമായ രീതിയിൽ തിരിച്ചുപിടിച്ച് ഇന്ത്യ. കാൺപൂർ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് സമനില വഴങ്ങേണ്ടി വരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ മത്സരത്തിന്റെ അവസാന 2 ദിവസങ്ങളിൽ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങൾ നടത്തി 7 വിക്കറ്റുകളുടെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. എല്ലാ തരത്തിലും ഒരു ഫാസ്റ്റ് ട്രാക്ക് വിജയമാണ് ഇന്ത്യ മത്സരത്തിൽ സ്വന്തമാക്കിയത്. മത്സരത്തിലെ ഇന്ത്യയുടെ വിജയവഴി നമുക്ക് പരിശോധിക്കാം. ബംഗ്ലാദേശ് ഫസ്റ്റ് ഇന്നിംഗ്സ്. മത്സരത്തിൽ ടോസ് നേടിയ രോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ കേവലം 233 റൺസിന് ബംഗ്ലാദേശിനെ ഇന്ത്യ പുറത്താക്കുകയായിരുന്നു. ബംഗ്ലാദേശ് നിരയിൽ സെഞ്ചുറി നേടിയ മൊമീനുൽ മാത്രമാണ് പിടിച്ചുനിന്നത്. ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി മികവ് പുലർത്തി. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സ്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒരു 20-20 സ്റ്റൈലിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. എത്രയും വേഗത്തിൽ റൺസ് സ്വന്തമാക്കി ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ ശ്രമിച്ചത്. ഇതിനായി രോഹിത് ശർമ്മയും ജയ്സ്വാളും ആദ്യ ബോൾ മുതൽ ആക്രമിച്ചു തുടങ്ങി. രോഹിത് മത്സരത്തിൽ 11 പന്തുകളിൽ 23 റൺസ് നേടിയപ്പോൾ ജയ്സ്വാൾ ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. മത്സരത്തിൽ 51 പന്തുകളിൽ 12 ബൗണ്ടറികളും 2 സിക്സറുകളും അടക്കം 72 റൺസാണ് ജയ്സ്വാൾ നേടിയത്. ഒപ്പം മധ്യനിരയിൽ 43 പന്തുകളിൽ 68 റൺസ് നേടിയ രാഹുൽ കൂടി തിളങ്ങിയതോടെ ഇന്ത്യ അനായാസം ബംഗ്ലാദേശിന്റെ സ്കോർ മറികടന്നു. മാത്രമല്ല, ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ പല റെക്കോർഡുകൾ തിരുത്തിയെറിയാനും ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ 50 റൺസ്, 100 റൺസ്, 150 റൺസ്, 200 റൺസ്, 250 റൺസ് എന്നിവ സ്വന്തമാക്കുന്ന ടീമായി ഇന്ത്യ മത്സരത്തിലൂടെ മാറി. ആദ്യ ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺസ് സ്വന്തമാക്കിയ ശേഷമാണ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തത്. 52 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശ് സെക്കൻഡ് ഇന്നിംഗ്സ്. ബംഗ്ലാദേശിനെ 4ാം ദിവസം തന്നെ ബാറ്റിംഗിന് ഇറക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. മത്സരത്തിന്റെ അവസാന ദിവസം ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് ഏറ്റവും വേഗത്തിൽ ചുരുട്ടിക്കെട്ടാനാണ് ഇന്ത്യൻ ബോളർമാർ ശ്രമിച്ചത്. ഇതിൽ അശ്വിനും ജഡേജയും ബുംറയും പ്രധാന പങ്കുവഹിച്ചു. മൂവരും 3 വിക്കറ്റുകൾ വീതം സ്വന്തമാക്കിയതോടെ ബംഗ്ലാദേശിന്റെ 2ാം ഇന്നിംഗ്സ് കേവലം 146 റൺസിൽ അവസാനിക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം 95 റൺസായി മാറി. ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സ്. ബംഗ്ലാദേശിന്റെ 2ാം ഇന്നിംഗ്സ് വളരെ പെട്ടെന്ന് അവസാനിച്ചതോടെ ഇന്ത്യക്ക് മത്സരത്തിൽ വിജയസാധ്യതകൾ വർദ്ധിക്കുകയായിരുന്നു. എന്നിരുന്നാലും വലിയ റിസ്കിന് തയ്യാറാവാതെ ആക്രമണ മനോഭാവത്തോടെ തന്നെയാണ് ഇന്ത്യ ആരംഭിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ മികവ് പുലർത്തിയ ജയ്സ്വാൾ 2ാം ഇന്നിംഗ്സിലും ആക്രമണം അഴിച്ചുവിട്ടു. ഇന്നിംഗ്സിൽ 45 പന്തുകളിൽ 51 റൺസ് നേടാൻ ജയ്സ്വാളിന് സാധിച്ചു. ശേഷം 37 പന്തുകളിൽ 29 റൺസ് നേടിയ വിരാട് കോഹ്ലിയും കളം നിറഞ്ഞതോടെ ഇന്ത്യ 7 വിക്കറ്റുകൾക്ക് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഈ വിജയത്തോടെ ബംഗ്ലാദേശിനെതിരായ പരമ്പര 2-0 എന്ന നിലയിൽ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്ത് സർവാധിപത്യത്തോടെ തുടരാനും ഇന്ത്യക്ക് കഴിഞ്ഞു.